നമ്മളിപ്പോൾ പോകുന്നത് ജമ്മുവിലെ വളരെ ഫേമസ് ആയിട്ടുള്ള തവി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു കൊട്ടാരമാണ് അമർ മഹൽ മ്യൂസിയം എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഗേറ്റ് കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ഫ്രഞ്ച് ശൈലിയിൽ നിർമ്മിച്ച ഒരു കൊട്ടാരമാണിത്. അത് ദോദ്ര രാജവംശത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു കൊട്ടാരം കൂടെയാണ്. കൊട്ടാരത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ 250 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്വർണ്ണ സിംഹാസനം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ എത്തി. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാളിന് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് തൻ്റെ വെളിയിൽ വന്ന് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അകത്തേക്ക് പോകാമെന്ന് വെച്ചു. അകത്ത് ക്യാമറ ഫോട്ടോ എടുക്കാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ, വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ ഫോട്ടോസ് എടുത്തതിനെ നമ്മൾ വീഡിയോ ആക്കിയിട്ട് ചില കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതാണ് അവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള പല വ്യൂസ്. ഫോട്ടോയുടെ വ്യൂ ആണിത്, വീഡിയോ അല്ല. രാജ അമർ സിംഗിന് വേണ്ടി ഫ്രഞ്ച് ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം എന്ന് പറയാം, ഇപ്പോഴത്തെ മ്യൂസിയം. പിന്നീട് അത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറി അങ്ങനെ അത് മ്യൂസിയം ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. വളരെ അട്രാക്ഷൻ എന്ന് പറയുന്നത് 250 കിലോഗ്രാംസ് ഉള്ള ഒരു സ്വർണ്ണ സിംഹാസനം ഇവിടെയുണ്ട്. സ്വർണ്ണ സിംഹാസനം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. 25,000-ലധികം പുസ്തകങ്ങളുള്ളൊരു വലിയ ലൈബ്രറി ഉണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ച നല്ല മനോഹരമാണ്. മാത്രമല്ല താവി നദിയുടെ കരയിൽ വളരെ മനോഹരമായിട്ടൊരു വ്യൂ ആണ്. നല്ലൊരു ഫോട്ടോ പോയിൻ്റൊക്കെയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. താവി നദിയുടെ കരയിൽ നമുക്കിവിടെ സന്ദർശിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പിന്നെ 2 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മളുടെ ഇവിടെ വരാനുള്ള സമയം. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, മനോഹരമായൊരു വ്യൂവും ഫോട്ടോ ഗാലറിയൊക്കെ ഒരുപാട് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഏരിയ തന്നെയാണിത്. നമ്മളവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ ഈ താവി നദിയുടെ ഒരു കാഴ്ചയും അവിടെ നിന്ന് ജമ്മുവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഒരു ഏരിയയിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നു. വെളിയിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ നല്ല മനോഹരമായിട്ടൊരു മ്യൂസിയമാണ്. അതുപോലെ തന്നെ ആർട്ട് ഗാലറിയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടും പഴയ ഈ പറയുന്ന പാലസിൻ്റെ ഭാഗമായിരുന്ന കോമ്പൗണ്ടൊക്കെ ഇപ്പം റിസോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക ഓപ്പൺ എയർ വെഡ്ഡിങ്ങിനൊക്കെ കൊടുക്കുന്ന പോലത്തെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ഏരിയ ആയിട്ട് നമുക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. അതിൻ്റെ ഏരിയയിലേക്കൊക്കെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് പാലസിലേക്ക് നിന്ന് തിരിച്ച്. അവിടെ എല്ലായിടത്തും വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറച്ച് സ്ഥലങ്ങളെ ഫോട്ടോയൊക്കെ ആഡ് ചെയ്താണ് വീഡിയോ എടുത്തേക്കുന്നത്. നിങ്ങൾ വരികയാണെങ്കിൽ നേരിട്ട് തന്നെ ഇത് കാണണം, അതിൻ്റെ ഭംഗി. ശരിക്കും നദിയും അതുപോലെ തന്നെ ആ പാലസിൻ്റെ വ്യൂവും ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടൊരു ഫ്രാൻസിൽ ഉള്ള കെട്ടിടങ്ങളുടെ ഒരു രൂപം തന്നെയാണ് ഈ ഒരു കെട്ടിടത്തിനും വന്നിരിക്കുന്നത് തന്നെ പറയാം. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചയെ കണ്ടിട്ട് തൊട്ടപ്പുറത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സോനിയർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. നമുക്കിവിടെ ഒരു ചെറിയൊരു സോനിയർ ഷോപ്പും അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ബുക്സൊക്കെ മേടിക്കാനുള്ളൊരു കൗണ്ടറൊക്കെ ഉണ്ട്. ഇവിടെ നല്ല കുറേ ഐറ്റംസൊക്കെ സെയിൽസിന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു കൗണ്ടറുണ്ട്. അതിൽ കൊട്ടാരത്തിൻ്റെ മാഗ്നറ്റിക് പോസ്റ്റർ ഉണ്ടോ ഞാൻ ചോദിച്ചു, പക്ഷേ അതില്ലായിരുന്നു. വേറെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. വലിയ ഇതല്ല. അവിടെ നിന്ന് നമ്മൾ ഒരു വെളിയിലേക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങി വെളിയിലോട്ട് പോന്നു. തിരിച്ച് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. കൊട്ടാരമായിരുന്നു. നടന്ന് ഇവിടെ വന്നപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് വേണ്ടി അവിടെ ആളുകളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ വന്നു. അവിടെ നിന്നുള്ള കൊട്ടാരത്തിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിങ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ഭംഗിയാണ് കാണാൻ. നല്ല രസമുള്ളൊരു ഏരിയ ആണിത്. അങ്ങനെ അവിടെയൊക്കെ നടന്നിട്ട് തിരിച്ച് നമ്മൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരികയാണ്. അവിടെയാണ് നമ്മുടെ പോകാനുള്ള വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ജമ്മുവിലെ മ്യൂസിയം, അതായത് താവി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അമർ മഹൽ മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയം. അപ്പോൾ ജമ്മു സന്ദർശിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അമർ മഹൽ മ്യൂസിയം. ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്ത കുറേ ഏരിയാസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ വെളിയിൽ നിന്നുള്ള വിഷ്വൽസാണ് കൂടുതൽ കാണിച്ചേക്കുന്നത്. പിന്നെ 5-6 ഫോട്ടോസാണ് കാണിച്ചേക്കുന്നത്.
താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.